ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം. ജോലി ചെയ്യുന്ന മിക്കവർക്കും രണ്ട് തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാകും. ഒന്ന് സാലറി അക്കൗണ്ടും മറ്റൊന്ന് സേവിങ്സ് അക്കൗണ്ടും. ചില കാര്യങ്ങളിൽ ഈ അക്കൗണ്ടുകൾ സമാനമാണെങ്കിലും അത് വ്യത്യസ്തവുമാണ്. ആനുകൂല്യങ്ങൾ, ഓൺലൈൻ ബാങ്കിംഗ്, ചെക്ക് ബുക്ക്, ഡെബിറ്റ് കാർഡ് മുതലായവ ഏറെക്കുറെ സമാനമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാം. സാലറി അക്കൗണ്ട്. തൊഴിൽ ദാതാവ് ജീവനക്കാരന്റെ പ്രതിമാസ ശമ്പളം നിക്ഷേപിക്കുന്ന അക്കൗണ്ടാണ് സാലറി അക്കൗണ്ടുകൾ. മാസ ശമ്പളം കൈപ്പറ്റുന്നവർക്ക് പണം ലഭിക്കുന്നതിനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് സാലറി അക്കൗണ്ട്. സാധാരണ ശമ്പളത്തിന് പുറമെ ഇൻസെന്റീവുകൾ, പെൻഷനുകൾ, റീഇംബേഴ്സ്മെന്റുകൾ എന്നിവയും മറ്റും നൽകാൻ തൊഴിൽ ഉടമകൾ ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. സൗജന്യ ഡെബിറ്റ് കാർഡുകൾ, പ്രോമോ കോഡുകൾ പോലെയുള്ള അധിക ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ട്. സേവിങ്സ് അക്കൗണ്ട്. ഒരു സേവിങ്സ് അക്കൗണ്ട് എന്നത് ജോലി ഉള്ളവർക്കും അല്ലാത്തവർക്കും പണം നിക്ഷേപിക്കാനും ഏത് സമയത്തും പിൻവലിക്കാനും കഴിയുന്ന ഒന്നാണ്. സ്ഥിരമായി ആവശ്യമില്ലാത്ത പണം സുരക്ഷിതമാക്കാൻ അക്കൗണ്ടിൽ സൂക്ഷിക്കാം. ചില ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് ഈ അക്കൗണ്ടുകളിലെ തുകയ്ക്ക് കൂട്ടുപലിശയും നൽകുന്നുണ്ട്. ഇവിടെ നിക്ഷേപിക്കുന്ന പണം ഉപഭോക്താക്കൾക്ക് അധിക നിയന്ത്രണങ്ങൾ ഇല്ലാതെ ഉപയോഗിക്കാം എന്നതാണ് സേവിങ്സ് അക്കൗണ്ടിന്റെ പ്രധാന സവിശേഷത. ഇനി സേവിങ്സ് അക്കൗണ്ടുകളും സാലറി അക്കൗണ്ടുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. മാസശമ്പളം നിക്ഷേപിക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ ആണ് സാലറി അക്കൗണ്ട് എടുക്കുന്നത്. എന്നാൽ ഒരു സേവിങ്സ് അക്കൗണ്ട് എന്നത് ആളുകൾക്ക് ജോലി ചെയ്യാതെ തന്നെ പണം നിക്ഷേപിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒരു സാലറി അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആവശ്യം ഇല്ല എന്നതിനാൽ സേവിങ്സ് അക്കൗണ്ടുകളിൽ പലപ്പോഴും ഒരു നിശ്ചിത മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതുണ്ട്. ആവശ്യമായ തുക അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ ഉപഭോക്താവിൽ നിന്നും പിഴ ഈടാക്കാൻ ബാങ്കിന് അവകാശവുമുണ്ട്. നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് ശമ്പളം അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ഉള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കി നൽകുന്ന പലിശ നിരക്ക് വ്യത്യാസപ്പെടാം. മിക്ക ബാങ്കുകളും രണ്ട് അക്കൗണ്ടുകൾക്കും സമാന പലിശ നിരക്കാണ് വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ചില ബാങ്കുകൾ സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്ക് പണം ലഭിക്കുന്നതിന് ഉയർന്ന പലിശ നിരക്ക് നൽകുന്നുണ്ട്. ഒരു നിശ്ചിത കാലയളവിലേക്ക് സാധാരണ 3 മാസത്തേക്ക് ഒരു ശമ്പള അക്കൗണ്ടിൽ ശമ്പള ക്രെഡിറ്റ് ചെയ്തില്ലെങ്കിൽ അക്കൗണ്ട് സ്വയമേവ ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറും. എന്നിരുന്നാലും ഒരു സേവിങ്സ് അക്കൗണ്ട് സാലറി അക്കൗണ്ടാക്കി മാറ്റുന്നതിന് ബാങ്ക് അനുമതി വേണം. നിങ്ങളുടെ തൊഴിൽ ഉടമയ്ക്ക് ബാങ്കുമായി ബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് സാലറി അക്കൗണ്ടാക്കി മാറ്റുന്നത് എളുപ്പമാണ്.